വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമുക്ക് പ്രാവൻകൂട് ഷാപ്പിന്റെ റിവ്യൂ ഒന്ന് ചർച്ച ചെയ്യാം. പ്രാവൻകൂട് ഷാപ്പ് ശ്രീരാജ് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് തുടങ്ങി ഒരുപാട് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത്ര കണ്ട് ശീലിച്ചിട്ടില്ലാത്ത പുതുമുഖങ്ങളായ ഒരുപാട് ആക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. വളരെ രസമുള്ള ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താ പറയുക, പകലന്തിയോളം ഇങ്ങനെ വെള്ളം കോരിയിട്ട് ഏറ്റവും അവസാനം കൊണ്ട് കലവിട്ടുടക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിലേക്കൊക്കെ വരാം. സോ എനിവേസ് നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ പറയാം. ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഒന്ന് ഷെയർ ചെയ്യും. ഒരു നാട്ടുമ്പുറത്തുള്ള പ്രാവൻകൂട് ഷാപ്പ് എന്ന പേരിലുള്ളൊരു ഷാപ്പ്, അവിടെ അതിൻ്റെ ഓണർ കൊല്ലപ്പെടുന്നു. ആത്മഹത്യ പോലെ കഴുത്ത് കുരുക്കി തൂങ്ങി മരിച്ച പോലെയാണ് ബോഡി കാണപ്പെടുന്നത്. പിന്നീട് അന്വേഷണത്തിൽ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാവുകയും അത് ആര് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ, ഈ സിനിമ കൊണ്ടുപോകുന്ന ഒരു മെയിൻ സാധനം. ആരെ, എന്തിന് എന്നുള്ള അതിനുള്ള ബാക്ക് സ്റ്റോറി, അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ പരിപാടി. നമ്മുടെ എന്താ പറയുക, ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളൊരു പടമാണ്. ഒരുപാട് കുറച്ച് എന്താ പറയുക ഡാർക്ക് ഹ്യൂമേഴ്സും ഒരുപാടല്ലാത്ത കോമഡികളും ഒക്കെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ വളരെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സാധനം വന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അത് നശിപ്പിച്ച് പിന്നെ എന്തൊക്കെയോ കാണിച്ച് അങ്ങ് എങ്ങനെയൊക്കെയോ വൈൻഡപ്പ് ചെയ്തു ഈ സിനിമ. സത്യം പറഞ്ഞാൽ ഇവർ നല്ലൊരു ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം കുറച്ച് ആക്ഷൻ ഹീറോ ബിജു പോലെയും പിന്നെ കുറച്ച് ഷെർലോക്ക് എന്ന് പറയുന്ന സീരീസ് ആയിട്ടുള്ളവർക്കറിയാം, അതൊക്കെ പോലെ കുറച്ച് പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് അങ്ങനെ നല്ല രീതിയിൽ പോയി. അവസാനം കൊണ്ടുവന്ന് എൻഡ് ചെയ്യാറായപ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ്ഫുൾ ഒരു സാധനം കൊണ്ടുവന്ന് എൻഡും ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും പിന്നെ അവർ ഒരു ഹറിബറിയായിരുന്നു, എങ്ങനെയൊക്കെയോ സിനിമ അങ്ങ് തീർക്കണം. വെറുതെ ഒരു ബൈക്ക് ചേസ് സീനൊക്കെ കാണിക്കുന്നത്, ബൈക്ക് ചേസ് പോലത്തെ ബൈക്ക് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ ട്രെയിലറിൽ സൗബിൻ ഇങ്ങനെ എടുത്ത് ചാടുന്ന, സ്കൂട്ടറും കൊണ്ട് ചാടുന്ന സീനൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ഒരു കാര്യമില്ലാതെ സിനിമയെ കാണിച്ചിരിക്കുകയാണ്. എനിക്ക് എടുക്കാൻ അറിയാമെന്ന് കാണിക്കാനായിട്ട് ഡയറക്ടർ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് അതൊന്നും സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല, യാതൊരു കണക്റ്റും ഉണ്ടാക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് പോയി. ആ ഒരു കേസ് അന്വേഷണത്തിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ തഥൈവ. മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണുവാണ്. നല്ല രീതിയിൽ തന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ത്രൂഔട്ട് നൈസായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. മ്യൂസിക് ആക്ച്വലി സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ആക്ട്രസ് ആയിട്ട് പ്ലേ ചെയ്തിരിക്കുന്ന ചാന്ദിനിയാണ്. ആ റോള് 100% ആയിട്ട് ജസ്റ്റിഫൈ ചെയ്ത് പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. നമ്മുടെ മറിമായത്തിലൊക്കെ വന്നിട്ടുള്ള പുള്ളിയൊക്കെ പിന്നെ അത് നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആക്ടിങ് ഒക്കെ അത്യാവശ്യം നല്ല ചിരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് മറ്റേ നമ്മുടെ പഴയ താക്കോലിൻ്റെ കയ്യിലില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് മറ്റൊരു സീന്, ഒരു കയർ വെച്ചിട്ടൊരു സീനും തമാശയൊക്കെ ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ ഹ്യൂമറൊക്കെ പല സ്ഥലങ്ങളിലും വർക്കായിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ഹ്യൂമറും കാര്യങ്ങളൊക്കെ വർക്കായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആകെ മൊത്തത്തിൽ നമ്മൾ സിനിമ പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ക്ലൈമാക്സ് കാണുമ്പോഴാണ്. പക്ഷെ ക്ലൈമാക്സ് കണ്ടിട്ട് ആർക്കും സത്യം പറയല്ലോ തിയേറ്ററിൽ ഒറ്റ മനുഷ്യൻ കൈയടിച്ചില്ല. അത് വലുതായ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിനിമാക്കാരാണ് ഒരുപാട് പേര് വരുന്നത്. അതിൽ ഏത് സിനിമയാണെങ്കിലും അവസാനം കൈയടി മിക്കവാറും ഒരാളുള്ളതാണ്. പക്ഷെ ഇതിന് ആരും കൈയടിച്ചിട്ടില്ല. ഒരു എന്തോ ഒരു ക്ലൈമാക്സ് കൊണ്ട് വല്ലാത്ത രീതിയിൽ എൻഡ് ചെയ്ത്. അതുവരെ കാണിച്ച പരിപാടികളൊക്കെ കൊള്ളാം. ഇടയ്ക്കത്തെ കുറേ തമാശകൾ വർക്കൗട്ടായി. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇതിൽ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ ഒരു പ്രത്യേക പെക്യുലർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. മദ്യത്തിന്റെ മണം തട്ടുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ വരികയും പിന്നെ കുറച്ച് എക്സെൻട്രിക്കാണ്. ബേസിൽ ജോസഫ് കിട്ടിയ റോളൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിനാണെങ്കിലും സൗബിൻ ഒരു കാലിന് മുടന്നുള്ള രീതിയിലുള്ള ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെമ്പൻ വിനോദിന് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഷാപ്പിന്റെ ഓണറായിട്ട് പ്ലേ ചെയ്തിട്ടുള്ള അദ്ദേഹം നന്നായിട്ട്, വളരെ നന്നായിട്ട്, അതായത് ഒരു കാളക്കൂറ്റനൊക്കെ വരുന്ന പോലെ ഇടിച്ച് തെറിപ്പിക്കാനൊക്കെ ഒരു ഒമ്മാതിരി ഒരു ഐറ്റമായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ആവറേജ് ആയിട്ടുള്ള, വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊരു സിനിമയാണ്. ഒരുപാട് ഹ്യൂമേഴ്സ് വർക്കായിട്ടുണ്ട്. പക്ഷെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ അതുകൊണ്ട് ഒരു പഠിക്കൽ കൊണ്ട് കലം തുടക്കുക എന്നൊക്കെ പറയും, അതേ പരിപാടി തന്നെയാണ് ചെയ്തേക്കുന്നത്. ക്ലൈമാക്സ് കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു. മ്യൂസിക്കും ബേസിൽ ജോസഫിൻ്റെ മറ്റ് കുറച്ച് തമാശകളും ഒക്കെ കണ്ട് ഒരു എന്താ പറയുക, ഒരു സിനിമ വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നുള്ളവർക്ക് സിനിമ തിയേറ്ററിൽ പോയി ഇത് കാണാവുന്നതാണ്. ഒരു കേസ് അന്വേഷണമാണ്, ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന എന്താ പറയുക ഒരു രീതിയിലുള്ളൊരു കേസ് അന്വേഷണം അല്ല, ഒരു കളിയാക്കൽ മൂഡാണ്. മനസ്സിലായത്? ഈ കേസ് ഇങ്ങനെ അന്വേഷിച്ച് സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു തെളിയിക്കൽ അങ്ങനത്തെ പാറ്റേൺ അല്ല, മൊത്തത്തിൽ ഒരു കളി മൂഡ് സിനിമയാണ്. ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംസാരമാണെങ്കിൽ അടിച്ച് എന്ന് വെച്ചാൽ എനിക്ക് ആ വാക്ക് പറയുന്നില്ല, അത്തരത്തിൽ അടിച്ച് ഡാഷ് പൊളിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചീത്ത വിളിക്കാനും അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അതുകൊണ്ട് ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ സോപ്പിൽ തെന്നി വീണിട്ടുള്ള സ്ലാപ്സ്റ്റിക് ഹ്യൂമറൊക്കെ പണ്ട് വർക്കാവുമായിരുന്നു. ഇപ്പോഴൊന്നും അതൊന്നും വർക്കാവില്ല. പിന്നെ ഈ കാർ ചേസും ബൈക്ക് ചേസും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ത്രില്ലിങ് പണ്ടുണ്ടാവുമായിരുന്നു. ഇപ്പം അത് ഉണ്ടാവണമെങ്കിൽ അതിന് തക്ക സിറ്റുവേഷൻ ആയിരിക്കണം. നെഞ്ച് കിടന്ന് പട്ടപ്പട്ട ഇടിക്കണം. ഇത് ചുമ്മാ വെറുതെ ഒരു ബൈക്ക് കൊണ്ട് സ്റ്റണ്ട്,
ആക്സിഡൻറ്റിൽ കുഴിയിലോട്ട് വീഴുക, എന്തോ എനിക്കറിയില്ല. അതൊക്കെ എന്തിനാണ് അത് ചെയ്തത്, ഒരുമാതിരി. അല്ലാതെ ആ സിനിമ മൊത്തത്തിൽ കഥയും കാര്യങ്ങളും എല്ലാം കൊള്ളാം. അവസാനം കൊണ്ട് ഈ ഒരു വൃത്തിയോട് കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. നിങ്ങളുടെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവസാനം എന്താണ് പ്രശ്നം എന്നുള്ളത്. സോ എനിവേസ് എനിക്കിതൊരു വളരെ ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. 5/2.5 ആണ് ഞാൻ റേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഹ്യൂമേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഹ്യൂമർ, ബാക്കി സിനിമയുടെ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈറ്റ് ഹാർട്ടഡായിട്ട് പടം കാണണം എന്നുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ കുറച്ചുകൂടെ സിനിമ എന്താ പറയുക, ഒരു കഥയുണ്ടാവണം അല്ലെങ്കിൽ അതിനൊരു നല്ല ക്ലൈമാക്സ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒന്നും അങ്ങനെ ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആവറേജ് ആയിട്ട് റേറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, സ്ട്രിക്ട്ലി പേഴ്സണൽ. സോ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതാണെങ്കിലോ അല്ലെങ്കിൽ എഗൻസ്റ്റ് ആണെങ്കിലോ എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJVS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. സോ മറ്റൊരു വീഡിയോ കാണാതെ ഇറ്റ്സ് മീ ജി സൈനിങ് ഓഫ്. ബൈ.